അപ്പം ഞാൻ ഇതിനെ ഒന്ന് വിളവെടുക്കാൻ പോവുകയാണേ. ഞാൻ വലിച്ചു പറിക്കുന്നതിനേക്കാൾ നല്ലത് ഇത് കണ്ടോ, ഇതത്ര പാകമായിട്ടില്ല താനും കണ്ടോ, ഇത് പാകമായിട്ടില്ല. നമുക്ക് വേണമെങ്കിൽ അല്ലെങ്കിൽ ചവിട്ടിന്ന് വലിച്ചെടുത്താൽ പൊട്ടിപ്പോവും. ഞാൻ നോക്കട്ടെ, ചിലപ്പോൾ പൊട്ടിപ്പോവും. അപ്പം ഞാൻ ഇതുപോലെ തന്നെ കുടഞ്ഞിടുവാണേ. കണ്ടോ, ഇതിൻ്റെ അടി വരെ കണ്ടോ വേര് വന്നിട്ടുണ്ട്, വെള്ളം ഒട്ടും കെട്ടി നിന്നിട്ടില്ല കണ്ടോ. അപ്പം നമുക്കിത് സുഖമായിട്ടൊരു ഉള്ളി കണ്ടോ വിളവെടുത്തിരിക്കുന്നത്. ഒരു ഉള്ളി കഷ്ണം വെച്ചതാണേ. എത്ര എണ്ണം ഉണ്ടെന്ന് കണ്ടോ, 3ഉം 2ഉം 5 എണ്ണം. ഇതും കൂടെ കണ്ടോ, ഇത് പൊട്ടി നിൽക്കുവാണ്. ഇതുപോലെ തന്നെ വലുതായി വരാനുള്ള ഉള്ളിയാണേ. ഇപ്പം നമുക്കിത് ഈ ഉള്ളിത്തണ്ട് മുറിച്ചാൽ തോരനും വെക്കാം. അതുപോലെ പാകമായ ഉള്ളി മാത്രം ഞാൻ പറിച്ചെടുക്കാം. ആ സെറ്റിനകത്ത് ഒരെണ്ണം അത്ര പാകമായിട്ടില്ല. അത് ഈ പല പ്രാവശ്യം കൊണ്ടൊക്കെ കൊണ്ടുവന്ന് നടുന്നതല്ലേ, അതാ. ഇത് കണ്ടോ, 1, 3, 6 ചൂടുണ്ട് ഇതിനകത്ത് കേട്ടോ. 6 ഉള്ളി, ഒരു ഉള്ളി വെച്ചതാണ്. ഇത് 6 എണ്ണമായിട്ട് മാറിയിരിക്കുന്നത്. നല്ല പാകമായിട്ടുണ്ട് ഉള്ളി. നമുക്ക് ഞെക്കി നോക്കുമ്പോൾ അറിയാം. അല്ല, പാകമായില്ലെങ്കിൽ നമ്മൾ പറിക്കരുത്. ഇതിപ്പോൾ നമുക്ക് ഇതിനകത്ത് ഒരെണ്ണം ഉണ്ടേ. ഇത് കണ്ടോ, ഇത് വേറൊരെണ്ണമാണേ. ഞാൻ ഇതേപോലെ തന്നെ നട്ടു കൊടുത്തതാണ് എല്ലാം. നല്ല വലിപ്പമുള്ള ഉള്ളിയായിട്ട് തന്നെയാണ് ഇവർ മാറിയിരിക്കുന്നത്. ഉണക്കി വെക്കാനൊക്കെയാണെങ്കിൽ കുറച്ചുകൂടെ വിളവായതിന് ശേഷം എടുത്താലും മതി. ഇപ്പം നമുക്കുണ്ടല്ലോ ഒരു കപ്പയ്ക്ക് കൂട്ടാനുള്ള മുളക് ചമ്മന്തിയൊക്കെ ഉണ്ടാക്കാനാണ് ഇത് നല്ല സൂപ്പറാണ്. നല്ല മണമാണ്. നമ്മൾ കടയിൽ നിന്ന് ഉള്ളി വാങ്ങിക്കുന്നത് പോലെയല്ല, ഉള്ളിയുടെ നല്ല മണം തന്നെ നമുക്കിത് പറിക്കുമ്പോൾ തന്നെ കിട്ടാനുണ്ട്. ഇതിനകത്ത് കണ്ടോ 2, 4, 6 എണ്ണമാണ് ഇതുവേ. ഇത് ഞാനിങ്ങനെ പറിക്കുന്നില്ല കേട്ടോ, ഇത് അത്ര വിളവായിട്ടില്ല.